നിങ്ങൾ ഗിംബലൊക്കെ ഉപയോഗിച്ചിട്ട് വീഡിയോഗ്രാഫി ചെയ്യണ ഒരു വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വെഡിങ്സിനോ ഇവന്റ്സിനോ ആണ് നിങ്ങൾ ഈ ഒരു ഗിംബൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ലെൻസുകൾ മാറ്റിയതിന് ശേഷം ഗിംബൽ റീബാലൻസ് ചെയ്യണതാവും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാനണിന്റെ ഈ രണ്ട് ലെൻസുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗിംബൽ റീബാലൻസ് ചെയ്യേണ്ടി വരില്ല. ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. നമസ്കാരം, എൻ്റെ പേര് അരുൺ ജോസഫ്. ഞാനൊരു ഫാഷൻ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യാറ് ഫോട്ടോഗ്രാഫേഴ്സിനായിട്ടുള്ള ടിപ്സും ട്രിക്സുമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കുറച്ച് വീഡിയോഗ്രാഫി ടിപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് എ വെഡിങ് ഓർ ഇവന്റ് ഗിംബൽ ഓപ്പറേറ്റർ അഥവാ ഗിംബൽ ഉപയോഗിച്ച് വെഡിങ് ഇവന്റ്സും കവർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലൊരു ലെൻസ് മാറിയിട്ട് ഗിംബൽ റീബാലൻസ് ചെയ്ത് വരുമ്പോഴേക്കും ചടങ്ങുകൾ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ സാധാരണഗതിയിൽ കാണാറുണ്ട്. ബാക്ക് ടു 2015 കാലഘട്ടത്തിൽ വെഡിങ് വീഡിയോഗ്രാഫി വേണ്ടി ഞാൻ ഈ ഒരു റോണിനസ് ഗിംബൽ ആദ്യമായിട്ട് വാങ്ങുന്ന കാലത്ത് ഈ ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ട്. സാഡ്ലി there was no solution. But now Canon found a solution. സെയിം വലുപ്പത്തിലും സെയിം വെയിറ്റിലുള്ള ഈ ഒരു 16mm 50mm ലെൻസ് റിലീസ് ചെയ്തുകൊണ്ട് കാനൺ കമ്പനി ഈ ഒരു പ്രശ്നത്തിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള പരിഹാരം കണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീപ് ഡൈവ് ചെയ്ത് നോക്കാൻ പോകുന്നത് കാനണിന്റെ ഈ ഒരു സൊല്യൂഷൻ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നാണ്. ഞാൻ എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവന്റ് ഫോട്ടോഗ്രാഫി, എസ്പെഷ്യലി വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡിങ് വീഡിയോഗ്രാഫി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം ലാക്ക് ഓഫ് ടൈം, അതുപോലെ തന്നെ there is no retakes. സോ അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ, വെരി ആക്യുറേറ്റ് ആൻഡ് വെരി ക്വിക്ക്. എന്നാലും നമ്മളൊരു ഗിംബലിലെ ലെൻസ് മാറ്റി അതൊന്ന് റീബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ എൻ്റെ പല സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞ് ടെറിഫിക് ആയിട്ടുള്ള സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. റീബാലൻസ് ചെയ്യുന്നതിനിടെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് നഷ്ടപ്പെട്ടു പോയ സ്റ്റോറീസ് ആണ് കൂടുതലും കേൾക്കാനുള്ളത്. മറ്റൊരു പ്രധാന പ്രശ്നം വെഡിങ് വീഡിയോഗ്രാഫേഴ്സ് അഭിമുഖീകരിക്കുന്നത് ഈ ചടങ്ങുകൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനാവണം അവർ പ്രോപ്പർ റീബാലൻസ് ചെയ്യാതെ ഈ ഗിംബൽ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കും. പ്രോപ്പർ ബാലൻസ് ഇല്ലാതെ നമ്മൾ ഗിംബൽ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗിംബലിന്റെ മോട്ടേഴ്സിന് അത് കൂടുതലായിട്ട് സ്ട്രെയിൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഗിംബൽ അധികം വൈകാതെ നശിച്ചു പോകും. സോ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകളുടെ വലിപ്പവും അതുപോലെ തന്നെ അതിന്റെ വെയിറ്റും എക്സാക്ട് സെയിം ആയിരിക്കണം. ഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് ദ സൊല്യൂഷൻ. കാനണിന്റെ RF സീരീസിലുള്ള 50mm 1.8 ലെൻസ് ആണിത്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 192 ഗ്രാമാണ്. കാനന്റെ RF സീരീസിൽ വരുന്ന 16mm 2.8 ലെൻസ് ആണിത്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 200 ഗ്രാമാണ്. സോ വെറും 8 ഗ്രാമിന്റെ മാത്രം ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പവറുള്ള ഗിംബൽ ആണെന്നുണ്ടെങ്കിൽ 8 ഗ്രാമിന്റെ ഡിഫറൻസ് ആ ഗിംബൽ ഉറപ്പായിട്ടും ടോളറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന കാനന്റെ R6ന്റെ ബോഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 50mm 1.8 ഒന്ന് R6ൽ ഇട്ട് നോക്കാം. അതിനുശേഷം നമ്മളൊന്ന് ക്യാമറ ഗിംബലയിൽ ബാലൻസ് ചെയ്യുവാണ്. ഞാൻ ഗിംബൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഒരു ട്രബിളും തോന്നുന്നില്ല, പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ ലെൻസ് ചേഞ്ച് ചെയ്ത് നോക്കുവാനായിട്ട് സ്ലീപ്പ് മോഡിൽ പോവുകയാണ് ഗിംബൽ. നൗ ഗിംബൽ ഈസ് ഇൻ സ്ലീപ്പ് മോഡ്. ഓക്കെ, ഞാൻ 50mm ലെൻസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുവാണ്. 16mm ലെൻസ് ഒന്ന് ഇടുവാണ്. നമ്മളൊന്ന് ഗിംബൽ ടേൺ ഓൺ ചെയ്യുവാണ്. ഓക്കെ, ഇറ്റ്സ് ബാലൻസ്ഡ്. ഡ്രിഫ്റ്റിംഗ് ഒന്നും കാണുന്നില്ല, യാതൊരു ആംഗിളിലും ഡ്രിഫ്റ്റിംഗ് കാണുന്നില്ല. വളരെ ഭംഗിയായിട്ട് എൻ്റെ ജോയിസ്റ്റിക്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ടൈനി ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ലെൻസുകളാണ്. ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ബോഡി ഈ രണ്ട് ലെൻസുകളൊന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കുറച്ച് ഫൂട്ടേജ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഗ്ലാസുകളെ ഒന്നും റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ ടൈനി ആയിട്ടുള്ള ലെൻസുകൾക്കില്ല. ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ വാല്യൂ ഫോർ വാട്ട് വി പെയ്ഡ്. അതായത് ഈ രണ്ട് ലെൻസുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയും വർത്തായിരിക്കും. ഈ ലെൻസുകളുടെ പിക്ചർ ക്വാളിറ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു കാനന്റെ നല്ല ക്വാളിറ്റി ഓട്ടോ ഫോക്കസ് ഉള്ള R6 പോലത്തെ ഒരു ക്യാമറയും ഈ രണ്ട് ക്യൂട്ട് ലിറ്റിൽ ലെൻസുകളും മതി നിങ്ങൾക്ക് നല്ലൊരു വെഡിങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഒരു വെഡിങ് വീഡിയോഗ്രാഫർ ആയിട്ടായിരുന്നു എന്റെ തുടക്കം. ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഗിംബൽസ് അവൈലബിൾ ആയിരുന്നില്ല. സ്റ്റഡി ക്യാം എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷമാണ് റോണിനസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു DSLR യുഗത്തിൽ നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു
കാര്യമാണ് 16mm പോലുള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഒരു ഫോം ഫാക്ടറിൽ കിട്ടുക എന്നത്. ബട്ട് മിറർലെസ് മേഡ് ഇറ്റ് പോസിബിൾ. സോ ആ ഒരു മിറർലെസ് സിസ്റ്റത്തിന്റെ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ നമ്മുടെ വർക്കിൽ നമ്മൾ കാര്യക്ഷമമായി ഉപയോഗിക്കുക, നമ്മളെ വർക്കിനെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എത്ര ഈസി ആക്കാൻ പറ്റും, എത്ര എഫക്റ്റീവ് ആക്കാൻ പറ്റും, അത്രത്തോളം എഫക്റ്റീവ് ആക്കുക, അത്രത്തോളം ഈസി ആക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള കണ്ടന്റ് തുടർന്ന് കാണുവാനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച ഇതേ ദിവസം വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി.